പോലീസ് എത്ര പറഞ്ഞാലും ആരും പഠിക്കില്ല. സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരെയും തട്ടിപ്പുകാർ പറ്റിക്കുന്നത് തുടരുന്നു. തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിനിരയായ ഡോക്ടർക്ക് 3.5 കോടി രൂപ നഷ്ടമായി എന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ചാണ് തട്ടിപ്പുകാർ ഉള്ളൂർ സ്വദേശിയായ ഡോക്ടറുടെ പണം തട്ടിയത്. സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓൺലൈൻ തട്ടിപ്പിലൂടെ അടുത്തിടെ നഷ്ടമാകുന്ന ഏറ്റവും വലിയ തുകയാണിത്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇത്തരം സംഘങ്ങൾക്കെതിരെ പോലീസ് നിരന്തരം പ്രചരണം നടത്താറുണ്ട്. സോഷ്യൽ മീഡിയയിലും അറിയിപ്പും എത്തും. പരിചയമില്ലാത്ത ആർക്കും പണം നൽകരുതെന്ന മുന്നറിയിപ്പ് ഡോക്ടറും അവഗണിച്ചു. പ്രമുഖ ബാങ്കിന്റെ ഷെയർ ട്രേഡിംഗ് റിസർച്ച് സംഘമെന്ന് വിശ്വസിപ്പിച്ചാണ് കഴിഞ്ഞ മാർച്ചിൽ ഡോക്ടറെ ഇവർ വാട്സാപ്പ് മുഖേന സമീപിച്ചത്. തുടർന്ന് ഓൺലൈൻ ട്രേഡിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് വിശ്വാസമാർജിച്ചു. ഇതിനായി അംഗീകൃത ഓഹരി വിപണി ആപ്പാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പിനുള്ള ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യിച്ചു. പിന്നീട് നടന്നതെല്ലാം വിശ്വാസം നേടിയെടുക്കാനുള്ള തന്ത്രമായിരുന്നു. അങ്ങനെ ഡോക്ടർ കോടികൾ നിക്ഷേപിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 15,000 രൂപയാണ് ആദ്യം നിക്ഷേപിച്ചത്. ഇതിന് 4 ഇരട്ടി ലാഭം ലഭിച്ചതോടെ വിശ്വാസ്യതയേറി. തുടർന്ന് 2 ആഴ്ചക്കകം വൻ തുകകൾ അക്കൗണ്ടിലൂടെ കൈമാറി. 1.25 കോടി വരെ ഒരുമിച്ച് കൈമാറി. ഓഹരികൾ വാങ്ങാനെന്ന പേരിലും കമ്മീഷൻ, നികുതി, സർവീസ് ചാർജ് എന്നീ പേരിലും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങി. അത് തട്ടിപ്പാണെന്ന് ഡോക്ടറും തിരിച്ചറിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം വലിയ തുക ലാഭവിഹിതം എത്തിയതായി സന്ദേശവും ലഭിച്ചു. ഇതനുസരിച്ച് പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പിന് ഇരയായതായി വ്യക്തമായത്. ഇതോടെ പോലീസിൽ പരാതി നൽകി. വമ്പൻ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം. IP അഡ്രസ്സുകൾ കണ്ടെത്തി പ്രതികളിലേക്ക് അന്വേഷണം എത്തിക്കാനാണ് പോലീസ് നീക്കം. ഡോക്ടറുടെ മൊഴിയും പണം നൽകിയ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഓൺലൈനിലൂടെ ഉപഭോക്താക്കളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നതിനെതിരെ പരാതി നൽകുന്നതിന് കേരള പോലീസിന്റെ കോൾ സെന്റർ സംവിധാനം അടക്കം നിലവിലുണ്ട്. ഓൺലൈനിലൂടെ സാമ്പത്തിക ഇടപാട് നടത്തുന്നവരെ ലക്ഷ്യം വെച്ചുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് പോലീസ് നടപടി. ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്ക് കാലതാമസമില്ലാതെ പരാതി നൽകാൻ ഇതിലൂടെ കഴിയും. സൈബർ സാമ്പത്തിക ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടാലുടൻ ഉപഭോക്താക്കൾ കോൾ സെന്ററുമായി ബന്ധപ്പെടണം. ലഭിക്കുന്ന പരാതികൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴി ബാങ്ക് അധികാരികളെ പോലീസ് അടിയന്തരമായി അറിയിച്ച് പണം കൈമാറ്റം ചെയ്യുന്നത് തടയും. തുടർന്ന് പരാതികൾ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.